ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ കൂടി നമ്മളോടൊപ്പം. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് വിദ്യ സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള, സ്വയം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള വെളിച്ചം പകർന്നു നൽകുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞു, മാതാപിതാ ഗുരു ദൈവം, ദൈവത്തെക്കാൾ വലുതായി മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒക്കെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആനുകാലികമായ പലതരം വാർത്തകളുണ്ട്. നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറില്ല, അല്ലേ? പക്ഷെ നമ്മൾ അധ്യാപകർ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ വളരുന്നത്. ഈ അധ്യാപകരെ നമ്മുടെ വിശ്വാസത്തെക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സയന്റിഫിക് എന്തൂസിയാസത്തിന്, കുഞ്ഞുങ്ങളുടെ ശാസ്ത്ര കൗതുകത്തിന് ഒക്കെ നമ്മൾ അതിനുള്ള വഴിയും വെളിച്ചവും അടച്ചു കളയുകയല്ലേ? ഒരു വലിയ തെറ്റിദ്ധാരണ വന്ന രീതിയിലാണ് തോന്നുന്നത്. കാരണം നിലവിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കേൾക്കാൻ തോന്നുന്നില്ല, നിലവിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അധ്യാപകരെ പൂജിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടില്ല. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങല്ല നമ്മുടെ സ്കൂളിൽ നടത്തിയത്. ആ പ്രദേശത്തെ ഒരു വലിയ മലയോര മേഖലയാണ്. ആ പ്രദേശത്ത് നിരവധി വർഷങ്ങളായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക്, സമൂഹത്തിന് വെളിച്ചം പകർന്നു നൽകിയ, തങ്ങളുടെ ജീവിതം മുഴുവൻ സമൂഹത്തിന്, സമാജത്തിന്, കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ച, മാതൃകാപരമായി ജീവിക്കുന്ന അധ്യാപകരെ കണ്ടെത്തി സ്കൂളിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നത്. അല്ലാതെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പൂജിക്കണമെന്ന് ഒരു കുട്ടിയെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ പരിപാടി നിർബന്ധപൂർവ്വം ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അവിടുത്തെ മുഴുവൻ കുട്ടികളെ കൊണ്ടും ഈ ചടങ്ങ് നടത്തിയിട്ടുമില്ല. പ്രതീകാത്മകമായിട്ട് കുറച്ച് കുട്ടികൾ ചെയ്തു. അതേപോലെ തന്നെ പാദസേവയോ പാദപൂജയോ പാദം കഴുകലോ ഒന്നും ഈ വിദ്യാലയത്തിൽ നടന്നിട്ടില്ല. മതേതരമായിട്ടുള്ള, പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന മതേതരം എന്ന് പറയുന്നത് വരുന്ന ആളുകളുടെ മതം നോക്കാതെ കണ്ട് എല്ലാവരെയും ആദരിക്കുക എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിലും നടന്നിട്ടുള്ളത്. അതില് മുസ്ലിം അധ്യാപകരുണ്ട്, ക്രിസ്ത്യൻ അധ്യാപകരുണ്ട്, ഹിന്ദു അധ്യാപകരുണ്ട്, എല്ലാ സമുദായങ്ങളിൽപ്പെട്ട അധ്യാപകരുണ്ട്. പക്ഷെ ഇവരെല്ലാം ജാതിയോ മതം നോക്കിയിട്ടല്ല ഞങ്ങൾ വിളിച്ചത്. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മതേതരത്വം. അതുകൊണ്ട് അവിടെ നടന്നത് ഒരു മതപരമായ ചടങ്ങല്ല. അതേപോലെ കുട്ടികളെ കൊണ്ട് നിർബന്ധമായി പാദസേവ ചെയ്യിപ്പിക്കുക, പാദപൂജ ചെയ്യിപ്പിക്കുക ചടങ്ങല്ല. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പൂജിപ്പിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന ഒരു ചടങ്ങും അല്ല ആ സ്കൂളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, അവിടെയുള്ള അധ്യാപകരെ അല്ല, അതിനു മുൻപ് അവിടെ പഠിപ്പിച്ചു പോയ റിട്ടയർ ചെയ്ത മുതിർന്ന അധ്യാപകരെയാണ് അവിടെ ആ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന. നമ്മുടെ 2 ദിവസമായില്ലേ ഈ വിഷയങ്ങൾ പല തരങ്ങളിൽ കാണുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവരെ അങ്ങനെ നമ്മൾ വിളിച്ചു വരുത്താൻ കാരണം അവർ ഗുരു എന്നുള്ളതാണ്. അധ്യാപകൻ എന്ന പ്രൊഫൈൽ ഇപ്പോൾ കൈയാളുകയോ അല്ലെങ്കിൽ ഇതിനു മുൻപ് കൈയാളുകയോ ചെയ്തിട്ടുള്ളതാണ്. പലയിടങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ജില്ലാ നേതാവിനെയൊക്കെ വിളിച്ചു എന്ന് പറയുന്നത് അവിടെയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങയോട് ആ കാര്യം ചോദിക്കുന്നുമില്ല. പക്ഷെ പൊതു എന്ന നിലയ്ക്ക് അത് പറയുകയും ചെയ്യാം. അങ്ങ് അതിന് മറുപടി പറയണ്ട. അപ്പോഴും അധ്യാപകരെയാണ്. ഈ അധ്യാപകരെ എന്ന് പറയുമ്പോൾ അതേ അധ്യാപകരെ എന്നുള്ളതല്ലല്ലോ, അല്ലേ? അതായത് വ്യാസപൂർണിമ ദിവസം നമ്മൾ ഗുരു എന്ന സങ്കല്പത്തെ, ആ സങ്കല്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് അവരെ അവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ആ സങ്കല്പത്തെ തത്സമയം പ്രതിനിധാനം ചെയ്യുന്നവരാണ് ആ കുട്ടികളെ അക്ഷരം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ. അപ്പോൾ അവരെയും ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ആശയം വിനിമയം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുൻപ് പഠിപ്പിച്ച അധ്യാപകരെ മാത്രം പൂജിച്ചതാണ് എന്ന് പറയുന്നല്ലോ. പിന്നെ പാദപൂജ നടന്നില്ല എന്ന് പറയുമ്പോൾ മറ്റെന്താണ് നടന്നത്? അധ്യാപകരുടെ കാല് തൊട്ട് വന്നിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ വർഷങ്ങളായിട്ട് നടത്തുന്നു. ഇത്രയും കാലം ഇത് ചെയ്ത കുട്ടികൾ ആരും തന്നെ ഈ സംഘടനയുടെയോ ആദർശത്തിന്റെയോ ഹിന്ദുത്വത്തിന്റെയോ ഒന്നും പാദസേവകരായി മാറിയ അനുഭവമൊന്നുമില്ല. അങ്ങനെ ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവിടെ അധ്യാപകരെന്ന് പറയുമ്പോൾ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അധ്യാപകർ മാത്രമല്ലല്ലോ. ഗുരുക്കന്മാരെന്ന് പറയുന്നത് മതങ്ങൾക്ക്, ഏത് മതത്തിനാ ഗുരുക്കളില്ലാത്തത്? ഏത് സമുദായത്തിനാ ഗുരുക്കന്മാരില്ലാത്തത്? മഠങ്ങൾക്ക് ഗുരുക്കളുണ്ട്, ആശ്രമങ്ങൾക്ക് ഗുരുണ്ട്, മതങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, സമുദായങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, യോഗയ്ക്ക് ഗുരുക്കന്മാരുണ്ട്, ആയുർവേദത്തിന് ഗുരുക്കന്മാരുണ്ട്. ഒക്കെയുള്ള ഗുരുക്കന്മാരെ വിളിച്ച് ആദരിക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഇടമോ, വിദ്യാർത്ഥികളെ അങ്ങനെ ഇരുത്തി അതിന്റെ ഭാഗമാക്കാനുള്ള ഇടമോ അല്ല സ്കൂളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു ഒന്ന് കൈകൊണ്ട് തൊഴുക മാത്രമാണ് ചെയ്തതെന്ന്. നമ്മളൊക്കെ പലയിടങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പൂക്കൾ അർപ്പിക്കുന്നുണ്ട്, അവിടെ തീർത്ഥം തെളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദൃശ്യങ്ങളായി കേരളം മുഴുവൻ കണ്ടതാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് അങ്ങ് പറയരുതേ. കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. ഇല്ല, കള്ളം പറയാം, വെല്ലുവിളിക്കാണ്. ഏതെങ്കിലും കുട്ടി അങ്ങനെ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ വിരമിച്ച അധ്യാപകന്റെ പാദം കഴുകിയ ചിത്രം ഞാൻ പറഞ്ഞില്ല. പൂക്കൾ അർപ്പിച്ചിട്ടില്ലേ?
പൂക്കൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുഷ്പം അർപ്പിച്ചിട്ടുണ്ട്, അതേപോലെ അത് പക്ഷെ പറഞ്ഞപ്പോൾ തൊട്ടു തൊഴുതു എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. ചെയ്ത കാര്യം പറയുന്നത് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറയാത്ത കാര്യം പറയാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പാദം കഴുകിയെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നങ്ങ് പറയുന്നുണ്ട്. അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്, അത് പാദപൂജയുടെ ഭാഗമാണ്. പക്ഷെ അങ്ങ് പറയുന്നു അങ്ങ് പറയാതിരിക്കുന്നു. അല്ല, എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ ഇതിൽ ഒളിച്ചോടുന്ന കള്ളം പറഞ്ഞു എന്നല്ല, കള്ളം പറഞ്ഞു എന്ന് ആളുകൾ വിചാരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. വിചാരിച്ചത് അത് ആളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മാത്രമല്ല സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത്, സമൂഹം ഇഷ്ടപ്പെടുന്നത്, അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഈ നടത്തിയ സ്കൂളിന്റെ പരിസരത്ത് ഇന്നും ഇതിന് ഞങ്ങൾ അനുമോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിലൊന്നും തന്നെ സമൂഹം പരിഭ്രാന്തരാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഏത് ആശയത്തെ പിന്തുണച്ചാലും ആ ആശയത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കും. നമ്മൾ അങ്ങനെ പല പക്ഷങ്ങളിൽ ജീവിക്കുന്ന സമൂഹവുമാണ്. പക്ഷെ ആ പക്ഷങ്ങൾക്കപ്പുറത്ത് ഒരു പൊതു താല്പര്യം എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ ഉണ്ടാവണം. അതിൽ ഏത് ഭാഗമാണ് നിൽക്കേണ്ടതെന്ന് അപ്പോഴും തിരഞ്ഞെടുപ്പ് ജനങ്ങളുടേത് തന്നെയാണ്. ചർച്ചകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ അവമതിപ്പ് കാണിക്കാനോ ഇന്ന ആളുകളാണെന്ന് ചാപ്പകുത്താനോ ഒന്നും ആയിരിക്കരുത് എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും പ്രതീക്ഷയും എന്ന് പറയുന്നത്. ശ്രീ കരുണാകരൻ നമ്പ്യാർ, ചർച്ചകളൊക്കെ നല്ലത് തന്നെയാണ്. നിർബന്ധിച്ച് ഞങ്ങൾ അഡ്മിഷൻ നടത്തുന്ന സ്കൂളല്ല. മറ്റ് ധാരാളം സൗകര്യങ്ങളുള്ള സ്കൂളുകളുള്ള പരിസരത്താണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്വമേധയാ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ചേർക്കുന്ന സ്കൂളാണ്. മറ്റൊന്ന്, ഒളിച്ചോടേണ്ട കാര്യമില്ലെന്ന് പറയാനാണ്. അതേപോലെ നിലവിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിലും ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശരി, അല്ല അങ്ങനെ സ്വമേധയാ ചേർക്കുന്നതല്ല എങ്കിലും നമുക്ക് പലതരത്തിലുള്ള സാംസ്കാരിക ആശയ പ്രചരണം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാനത്ത് ഒരു സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ഷൻസ് മുഴുവൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധകമാണ്. ആ നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നടക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ടാകും എന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.